മറ്റൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് കഞ്ചിക്കോട് IIT ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കവർച്ച ലക്ഷ്യമിട്ടാണ് പ്രതി ആക്രമണം നടത്തിയതെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. കൊൽക്കത്ത സ്വദേശി സുമരയെ 3 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. ഫെബ്രുവരി 23 രാത്രി 8:30യോടെയാണ് ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സേലം സ്വദേശി അശ്വിനിയെ പ്രതി തലക്കടിച്ച് വീഴ്ത്തിയത്. സ്വർണം കവർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ട പ്രതി IIT ക്യാമ്പസിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ശേഷം വിദ്യാർത്ഥിനികളുടെ സംഘം ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയതോടെ അശ്വിനിയെ ആക്രമിക്കുകയായിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരത്തടി വെച്ചാണ് തലക്കടിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ. ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺ, പിന്നെ ആ സമയത്ത് ഈ പ്രതി ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ പ്രിലിമിനറി ആയിട്ട് ബ്ലഡ് സാമ്പിൾ കൂടി നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. വി ആർ സസ്പെക്ടിങ് ദാറ്റ് ദ ബ്ലഡ് സാമ്പിൾ ബിലോങ്സ് ടു ദ വിക്ടിം. സോ നമ്മുടെ കയ്യിലിപ്പോൾ നല്ല സയൻറ്റിഫിക് എവിഡൻസ് കൂടിയാണ് ഉള്ളത്. പ്രതി നമ്മുടെ കസ്റ്റഡിയിലാണ്. വിദ്യാർത്ഥിനിയെ തലക്കടിച്ച് നിലത്ത് വീഴ്ത്തിയെങ്കിലും ആഭരണം കവരാൻ ശ്രമിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥിനി നിലവിളിച്ചു. ഇതോടെ കവർച്ചാശ്രമം ഉപേക്ഷിച്ച് പ്രതി അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിലേക്ക് ഓടി രക്ഷപ്പെട്ടു. റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതിയുമായി IIT ക്യാമ്പസിൽ ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് 3 മാസം ചികിത്സയിലായിരുന്നു വിദ്യാർത്ഥിനി. IIT ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഞ്ചിക്കോട് എത്തിയതാണ് പ്രതി സുമൻ. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.